ബ്രഹ്മാവിൻ്റെ വിനയപുരസ്സരമായ സ്തുതികൾ ഭഗവാൻ കൃഷ്ണനെ പ്രീതനാക്കി. ഇനി 36-ാം ശ്ലോകത്തിൽ ഭഗവാൻ തൻ്റെ ഭക്തനായ ബ്രഹ്മാവിനോട് നടത്തുന്ന മധുരമായ സംഭാഷണത്തെക്കുറിച്ചും സൃഷ്ടികർമ്മത്തിനായുള്ള ആജ്ഞയെക്കുറിച്ചും സൂതൻ വിവരിക്കുന്നു. 36-ാം ശ്ലോകം ഭഗവാന്റെ അനുഗ്രഹവാണികൾ. ഭഗവാൻ ബ്രഹ്മാവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണിത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. തം ദൃഷ്ട്വാ ജഗദാംനാഥഃ പ്രഹസ്യ മധുരാക്ഷരം ഉവാച പരമം വാക്യം സൃഷ്ട്യർത്ഥം ച പിതാമഹം. പദാനുപദ അർത്ഥം. തം അദ്ദേഹത്തെ, ഇവിടെ ബ്രഹ്മാവിനെ, ദൃഷ്ട്വാ ദർശിച്ചിട്ട്, അതായത് കണ്ടിട്ട്, ജഗദാം നാഥഃ ലോകങ്ങളുടെ നാഥനായ ഭഗവാൻ, പ്രഹസ്യ അല്പം പുഞ്ചിരിച്ചുകൊണ്ട്, മധുരാക്ഷരമ മധുരമായ അക്ഷരങ്ങളോടുകൂടിയ വാക്കുകൾ, ഉവാച പറഞ്ഞു, പരമം വാക്യം ശ്രേഷ്ഠമായ വചനങ്ങൾ, സൃഷ്ടിയർത്ഥം സൃഷ്ടിക്കു വേണ്ടി സൃഷ്ടിയെ ഉദ്ദേശിച്ച്, പിതാമഹമ പിതാമഹനായ ബ്രഹ്മാവിനോട്. ഈ ശ്ലോകത്തിൻ്റെ സാരം, ലോകനാഥനായ ഭഗവാൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പിതാമഹനെ, അതായത് ബ്രഹ്മാവിനെ നോക്കി അല്പം പുഞ്ചിരിച്ചുകൊണ്ട് സൃഷ്ടികർമ്മത്തെക്കുറിച്ച് അതീവ ശ്രേഷ്ഠവും മധുരവുമായ വാക്കുകൾ അരുളി ചെയ്തു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും ഈ ശ്ലോകം ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെ കാണിക്കുന്നു. പ്രഹസ്യ, ദ ഡിവൈൻ സ്മൈൽ. ഭഗവാൻ ഗൗരവത്തോടെയല്ല ബ്രഹ്മാവിനെ സമീപിക്കുന്നത്, മറിച്ച് പുഞ്ചിരിയോടെയാണ്. ഭയമില്ലാത്ത ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ പുഞ്ചിരി ബ്രഹ്മാവിന് സൃഷ്ടികർമ്മത്തിനാവശ്യമായ ആത്മവിശ്വാസം നൽകുന്നു. മധുരാക്ഷരം. ഭഗവാന്റെ വാക്കുകൾ എപ്പോഴും മധുരമാണ്. കഠിനമായ സത്യങ്ങൾ പോലും സ്നേഹത്തോടെ അവതരിപ്പിക്കുന്ന രീതിയാണിത്. സൃഷ്ടിയുടെ പ്രേരണ. ഈ പ്രപഞ്ചമുണ്ടാകുന്നത് ഭഗവാന്റെ ആജ്ഞയാലാണ്. ദ വിൽ ഓഫ് ഗോഡ്. ബ്രഹ്മാവ് ഇവിടെ കേവലമൊരു നിമിത്തം മാത്രമാണ്. ഭഗവാന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ബ്രഹ്മാവിന് തൻ്റെ ധർമ്മത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, നീ ഏതൊരു വലിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഭഗവാന്റെ ആ മന്ദഹാസം മനസ്സിൽ ധ്യാനിക്കുക. നിന്റെ വാക്കുകളും മധുരാക്ഷരങ്ങളായിരിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതും എന്നാൽ സത്യസന്ധവുമായ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ സൽക്കർമ്മങ്ങളെയും അവിടുന്ന് എന്നും അനുഗ്രഹിക്കും. ഭഗവാൻ ബ്രഹ്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി 37-ാം ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മാവിനോട് എന്താണ് കൃത്യമായി ഉപദേശിച്ചത് എന്നും സൃഷ്ടിക്ക് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.